സുകേഷിന് നമ്മുടെ അപ്രിലിയുടെ സ്കൂട്ടർ. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കൂട്ടറാണ്. ഇപ്പൊ അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ഉള്ള കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ്. ആൻഡ് നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി റെഡ് കളറിൽ പെയിന്റ് ഒക്കെ ചെയ്ത് നൈസ് ആക്കി എടുത്തേക്കാണ്. സീരിയസ്ലി സ്കൂട്ടർ വൈസ് ഇറ്റ്സ് ആക്ച്വലി നൈസ്, ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഇതിന്റെ ടയറും കാര്യങ്ങളെല്ലാം നൈസ് ആണ്. പക്ഷെ ഇതിന്റെ വീൽ ബേസിന്റെ പ്രശ്നമാണോ അതോ സ്കൂട്ടറിന് അലൈൻമെന്റ് ഉണ്ടെങ്കിൽ അലൈൻമെന്റിന്റെ പ്രശ്നമാണോ അതോ ഇനി ഹാൻഡിലിന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല. അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന ഞാൻ ക്ലിപ്പ് ഞാൻ കാണിക്കാം. വണ്ടി ഓടിക്കുന്ന ടൈമിൽ അത് ഒരു കയ്യിൽ പിടിക്കുന്നത് കാരണം വീഡിയോയിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു കയ്യിൽ ഓടിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമായിട്ട് തോന്നും. പക്ഷെ അത് രണ്ട് കയ്യിൽ ഓടിക്കുമ്പോഴും നമ്മൾ ഇപ്പൊ അത്യാവശ്യം കോർണറിംഗ് ഒക്കെ എടുക്കുന്ന ടൈമിലാണല്ലോ വണ്ടി ഒരു സൈഡിലേക്ക് ചെറുതായിട്ടൊരു പിടുത്തം വണ്ടിക്ക് വരുന്നുണ്ട്. ആൻഡ് അതൊരു എന്താ പറയാ, സ്കൂട്ടർ നൈസ് ആണ്, പക്ഷെ മൈലേജ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നമുള്ളത് കാരണം ചെറുതായിട്ട് വണ്ടി കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടൊരു ഒരു 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 ഫീൽ ഉണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ സ്കൂട്ടർ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിലോ നോർമലായിട്ട് ഇങ്ങനെ ഒറ്റ കയ്യിൽ ഓടിച്ചു പോകുന്ന ടൈമിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ബോഡി റോൾ ആണോ അത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഇപ്പം ഒറ്റ കയ്യിൽ നമുക്ക് ടേണി തിരിച്ചു പോകാനും വണ്ടി കയ്യിൽ നിൽക്കണം. പക്ഷേ ഈ ഒരു സ്കൂട്ടറിൽ ലൈക്ക് എന്താ പറയാ, ഒരു സൈഡിലേക്ക് ഒരു പിടുത്തമുണ്ട്. വണ്ടിയുടെ ഒരു ഇഷ്ടത്തിന് ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകും. നമ്മളപ്പം നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരണം. ആ ഒരു സംഭവം ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒറ്റ കയ്യിലല്ല, രണ്ട് കയ്യിൽ. ഒരു കയ്യിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്, ഇപ്പൊ രണ്ട് കയ്യിൽ ഓടിക്കുവാണെങ്കിലും നമുക്ക് അങ്ങനെ നോർമലി ബാക്കിയുള്ള സ്കൂട്ടേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷെ ഇതിപ്പം ഇതിന്റെ ഹാൻഡിൽ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ എന്താ പറയാ വീൽ ബേസിന്റെ കുഴപ്പമാണോ, സ്കൂട്ടറിന് അലൈൻമെന്റ് ഉണ്ടെങ്കിൽ ഇനി അലൈൻമെന്റിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല.